ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അച്ഛനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് പോവുകയാണ്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വർഷയുടെ ഫോണിലേക്ക് നന്ദിനി വിളിക്കുകയാണ്. വർഷേച്ചി സുഖാണോ? വർഷേച്ചി പ്രസവം കഴിഞ്ഞ ശേഷം പിന്നെ നമ്മൾ വിളിച്ചിട്ടില്ല. എൻ്റെ ഫോൺ എപ്പോഴും ഓണായിരുന്നു. നന്ദിനി വിളിക്കാഞ്ഞിട്ടല്ലേ? അതിന് കാരണങ്ങളൊന്നും ഇല്ല. കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ വിളിക്കണ്ടു. ഇപ്പം എന്താ കാര്യം? കുഞ്ഞിന് സുഖമായിരിക്കുന്നു വർഷേച്ചി? കുഞ്ഞിന് സുഖമായിരിക്കുന്നു. എന്തായാലും നന്ദിനി എന്താ വിളിച്ചത്? ഇവിടെ നടക്കുന്ന വല്ലതും വർഷേച്ചി അറിയുന്നുണ്ടോ? നാളത്തെ ഒരു ദിവസമേ വിക്രമിനെയും വേദന അവിടെ നിർത്തണം എന്നാണ് പറയുന്നത്. അവിടെ നിന്ന് അച്ഛമ്മല്ല മുത്തശ്ശിയും അതുപോലെ തന്നെ അമ്മയും കൂടെ വന്നിട്ട് വേദനയും വിക്രമിനെയും വിളിച്ച് അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ടെന്ന്. അപ്പോൾ വർഷ എന്താ നന്ദിനി പറയുന്നത്? ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ്. ഇതൊന്നും വർഷേച്ചി അറിയാതാണ് അവരവിടെ നടത്തുന്നത്. ഇവിടുത്തെ അച്ഛമ്മയും അവിടുത്തെ മുത്തശ്ശിയും ചേർന്നിട്ടുള്ളൊരു അടവാണ് എന്ന് പറയാൻ കേട്ടോ. ശരി, എന്നാൽ ഞാൻ വയ്ക്കുകയാണ്, കാര്യം പറയാൻ വിളിച്ചതാന്ന് പറയും. അതിനുശേഷം ശ്രീകാന്തിൻ്റെ അടുത്ത് പോയിരുന്നിട്ട് വർഷ ചോദിക്കുകയാണ്, എന്തെടുക്കുക? ഓഫീസിൽ നിന്ന് വന്നപ്പോൾ തുടങ്ങി ഫോണും കുത്തി പിടിച്ചിരിക്കുകയാണല്ലോ. ഞാനൊരു ഗെയിം കളിക്കാം. ഈ സമയത്ത് തന്നെ വേണം ഗെയിം കളിക്കാൻ. വർഷേ സമയവും പ്രായമൊന്നും ഗെയിം കളിക്കണില്ല. അത് ശരിയാണ്. പക്ഷേ ഇവിടെ നടക്കുന്നത് എന്തെങ്കിലും നിങ്ങൾ അറിയുന്നുണ്ടോ? ഇവിടേക്ക് വേദനയും വിക്രമിനെയും സ്വീകരിച്ച് ആനയിച്ച് നിർത്താൻ പോവുകയാണെന്ന് പറയട്ടെ. എന്താ നീ പറയുന്നത്? ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ്. ദേ അവിടെ താഴെ ഒരുക്കങ്ങൾ എന്ത് വേണമെന്നൊക്കെ ആലോചിക്കുന്നുണ്ടെന്ന് പറയട്ടോ. അപ്പോൾ ഇത് വർഷമല്ല ശ്രീകാന്ത് ദേഷ്യത്തോട് കൂടിയിട്ട് അങ്ങോട്ട് ചെല്ലും. എന്നിട്ട് പറയുന്നുണ്ട്, ഒരുക്കങ്ങൾ എന്തൊക്കെ വേണമെന്ന് ആലോചിക്കുകയാണോ എല്ലാവരും കൂടിയിട്ട് എന്ന് പറയട്ടോ. അപ്പം മുത്തശ്ശി പറയും, അതെ, അതിനെക്കുറിച്ച് തന്നെയാണ് ആലോചിക്കുന്നത്. മുത്തശ്ശി എന്താ മുത്തശ്ശിക്ക് എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കാനായിട്ട്. എന്ത് പറ്റാൻ? നാളെ വിക്രം വേദ ഇവിടേക്ക് വരും, അത് തന്നെ എന്ന് പറയട്ടോ. അപ്പോൾ ബാക്കിയുള്ളവരൊന്നും മിണ്ടുന്നില്ല. ശ്രീകാന്തിനാണെന്ന് ദേഷ്യം വന്നിട്ട് ഓരോന്നും വിളിച്ച് പറയാൻ കേട്ടോ. അപ്പോൾ പത്മൻ ചോദിക്കും, എന്താ ശ്രീകാന്തൻ ഈ പറയുന്നത്? എല്ലാ കാലത്തും ഇതുപോലെ വഴക്കും പിണക്കായിട്ട് നിന്നാൽ മതിയോ? രണ്ട് കുടുംബവും കൂടെ ഒത്തൊരുമയുടെ സ്നേഹത്തോടു കൂടിയിട്ട് പോകണ്ടേ? അപ്പോൾ ശ്രീകാന്ത് പറയും, അതിനുള്ള എന്ത് യോഗ്യതയാണ് അമ്മ അവർക്കുള്ളത്? പണത്തിൻ്റെ കണക്കെടുത്തിട്ടാണോ ശ്രീകാന്തൻ യോഗ്യത അളക്കുന്നത് എന്ന് ചോദിക്കാൻ കേട്ടോ. പിന്നെ എന്താണ് വേണ്ടത്? ഏത് രീതിയിലുള്ളതാണ് യോഗ്യതയ്ക്ക് വേണ്ടത്? പണം തന്നെയാണ് അമ്മ വേണ്ടത്. പണം വന്നാൽ ബാക്കിയുള്ളതെല്ലാം വന്നോളും. ഊച്ചാളി രാഷ്ട്രീയക്കാരന് വേണ്ടിയിട്ട് പണി ചെയ്ത് നടക്കുന്ന അവനാണ് അഭിമാനം, അവനാണ് യോഗ്യത എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, അതെ, അവൾ തീരുമാനിച്ച ജീവിതമാണത്. അവളാണ് ആ ഒരു ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നത്. അതിൽ ഉറപ്പിച്ച് തന്നെ അവൾ പോകുന്നുണ്ടല്ലോ. പിന്നെ എന്താ കുഴപ്പം എന്ന് ശ്രീകാന്തിനോട് ചോദിക്കുകയാണ്. അന്നേരം ശ്രീകാന്ത് പറയും, പിന്നെ എന്താ കുഴപ്പമെന്നോ? എന്തായാലും ഈ കുടുംബം അവരുടെ കുടുംബം കൂടെ ഒരുമിച്ച് ഒരു കാലത്തും യോജിച്ച് പോകാൻ പറ്റൂല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നതെന്ന് പറയട്ടോ. അപ്പം മുത്തശ്ശി പറയുന്നു, യോജിച്ച് പോയാലും പോയില്ലെങ്കിലും നമ്മൾ അതിനുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ഇവിടെ ദൈവത്തിനെയാണ് നമ്മൾ പേടിക്കേണ്ടത്. ദൈവം പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തേ പറ്റൂ. ശ്രീരാമൻ്റെയും സീതയുടെയും ഒരു വിഗ്രഹം കൂടെ ഇവിടെ ഒരു ദിവസം പൂജിച്ച് അവർ പോകുന്നതിന് നിനക്കെന്താ? എന്തായാലും വേദ ഈ വീട്ടിലെ കുട്ടി തന്നെയാണ്. പിന്നെ ഏത് കാലത്തായാലും അവൾക്ക് കൊടുക്കേണ്ടത് കൊടുക്കുകയും വേണം എന്ന് പറയട്ടെ. അവൾക്ക് കൊടുക്കേണ്ടത് കൊടുക്കുക എന്ന് ചോദിക്കാണ്ട്, അവൾക്ക് കൊടുക്കേണ്ട സ്വത്ത് ഏത് നാളിലായാലും അവൾക്ക് കൊടുക്കണം തന്നെയാണ് എന്ന് പറയട്ടെ മുത്തശ്ശി. ഈ മാതിരി ഒരു ഗുണ്ടനെ കല്യാണം കഴിച്ചതിന് ഉള്ള സ്വത്തുക്കൾ അവൾക്ക് എഴുതി കൊടുക്കണമെന്നോ എന്ന് ചോദിക്കാണ്ട്, അതെന്താ പിന്നെ അവൾക്ക് കൊടുക്കേണ്ടത്? അവൾക്ക് ഏത് നാളിലായാലും കൊടുക്കേണ്ടത്. ഇപ്പം കൊടുക്കണം എന്നല്ല പറഞ്ഞത്, പക്ഷെ കൊടുക്കേണ്ട നാളിൽ കൊടുക്കണം. അച്ഛനിതൊന്നും കേൾക്കുന്നില്ലേ? അച്ഛനിതിലൊരു അഭിപ്രായം ഇല്ലേ എന്ന് ചോദിക്കുകയാണ് ശ്രീകാന്ത്. പക്ഷേ ശങ്കരനാരായണ ഒന്നും മിണ്ടാതെ എഴുന്നേറ്റ് പോകും കേട്ടോ. കൂടെ ദീപ്തിയും അതുപോലെ തന്നെ മുത്തശ്ശിയും എഴുന്നേറ്റ് പോകും. പിന്നീട് കാണിക്കുന്നത് വിക്രം വരികയാണ് കേട്ടോ. വിക്രം വരുമ്പോൾ നന്ദിനി ഓടി വന്നിട്ട്, എനിക്ക് ഇവിടെ കിടക്കായിരുന്നു പോയിട്ട്, എത്ര നേരമായി വിളിക്കുന്നു? എനിക്ക് കുറച്ച് തിരക്കുണ്ടായിരുന്നു. എന്താ നന്ദിനി അടുത്തി എന്ന് പറയുകയാണെ, ഇവിടെ നടക്കുന്നത് വലിയ വലിയ കാര്യങ്ങളാണ്. നീ എന്തായാലും അകത്തോട്ട് ചെല്ല്. നിന്നെ വേദന ഒരുമിക്കാൻ വേണ്ടിയിട്ട് കുറേ പ്ലാനിങ് ഒക്കെ നടത്തുന്നുണ്ട് ഇവിടെ. വേദന വീട്ടിലേക്ക് നിന്നെ കൊണ്ടുപോകുമ്പോൾ എന്നൊക്കെ പറയാം കേട്ടോ. വേദന വീട്ടിലേക്കോ എന്ന് ചോദിച്ചിട്ട് ദേഷ്യത്തോടു കൂടിയിട്ട് വിക്രം അകത്തേക്ക് വരികയാണ്. അപ്പോൾ അച്ഛനും അച്ഛമ്മയൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ നീ വന്നോ? നിന്നെ ഞാൻ എത്ര നേരമായി തിരക്കുന്നത്? വേഗം പോയിട്ട് കുളിച്ചിട്ട് വായോ. കുളിക്കാനോ ഈ സമയത്തോ? സമയം എത്രയെന്നോ വിചാരം? 6 മണിയാവാറായി. എന്തായാലും ശ്രീരാമൻ്റെയും സീതയും ഒരു വിഗ്രഹം ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്, അതിൽ കുളിച്ച് തൊഴണം. അപ്പം നീയും വേദയും കൂടെ വിളക്ക് വധിച്ചിട്ട് വേണം അതിൽ തൊഴാനായിട്ടെന്ന് പറയും. മോളെ വേദയെ ഒരു തോർത്തെടുത്ത് കൊടുത്തവന് എന്ന് പറയട്ടോ. അപ്പോൾ നന്ദിനി ഓടി വന്നിട്ട് പറയും, ശരിയാണ് ഇന്നത്തെ ഒരു ദിവസത്തെ പ്രാർത്ഥന കഴിഞ്ഞാലേ നിങ്ങൾ തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും തീരും. അപ്പോൾ കമലം പറയും, അവർ തമ്മിൽ ഇതിനൊരു പ്രശ്നമൊന്നുമില്ല, നീ വെറുതെ ആവശ്യമില്ലാത്ത പറയണ്ടെന്ന് പറയട്ടോ. അപ്പോൾ വേദ തോർത്തെടുത്ത് കൊടുക്കാണ് കേട്ടോ. അപ്പോൾ ആ ഒരു തോർത്ത് വാങ്ങണം. നിന്നേക്കാളും വലിയ അഭിമാനിയായ അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കി, പിന്നെയാണ് നിന്നെ പറഞ്ഞ് മനസ്സിലാക്കാന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛമ്മ വിക്രത്തിനെ അവിടെ നിന്ന് പറഞ്ഞയക്കുകയാണ് കുളിക്കാനായിട്ട്. വിക്രം കുളിച്ച് വരും. അങ്ങനെ നീങ്ങി നിൽക്കണാണ് അച്ഛമ്മ പറയും, വാ വിക്രം, നീയും വേദയും കൂടെ വേണം ആ ഒരു വിളക്ക് തെളിയിക്കാൻ. 5 തിരിയിട്ട വിളക്ക് ഉമാമഹേശ്വരൻ്റെ
വിഗ്രഹവും അതുപോലെ ശ്രീരാമൻ്റെ സീതയുടെ വിഗ്രഹമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ വന്നുകൊണ്ട് രണ്ടുപേരും കൂടി വിളക്കത്തിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശിയും പത്മവും കൂടിയിട്ട് കൃഷ്ണ വിഗ്രഹത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുകയാണ്. പൂജാസമയമാണ്. അപ്പോൾ അവർ രണ്ടുപേർ പ്രാർത്ഥിച്ച് ഇറങ്ങുന്ന സമയത്ത് മുത്തശ്ശി പറയുകയാണ്, നീ വേദന വിളിച്ച് പറഞ്ഞു നമ്മൾ വരുന്ന കാര്യം. അയ്യോ ഞാൻ പറഞ്ഞിട്ടില്ല, അതവൾ അച്ഛമ്മ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, എന്നാലും നീ വിളിക്കണം എന്ന് പറയുകയാണ്. ഈ സമയത്ത് വേദയാണെന്നുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ സന്ധ്യാസമയത്ത്. അപ്പോൾ ഫോൺ ബെല്ലടിക്കുന്നുണ്ട്, പക്ഷേ വേദ എടുക്കുന്നില്ല കേട്ടോ. വേദ പ്രാർത്ഥനയിൽ തന്നെയാണ്. ഈ സമയത്ത് വിക്രം അവിടേക്ക് വരികയാണ്. അപ്പോൾ ഫോൺ ബെല്ലടിക്കുമ്പോൾ ചെന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശിയാണ് വിളിക്കുന്നത്. അപ്പോഴേക്കും കട്ടാവും കേട്ടോ. അപ്പോൾ ആ ഫോൺ എടുത്തിട്ട് കൊണ്ടുവന്നിട്ട് വേദന എടുത്തുന്നിട്ട് പറയുന്നത്, അതെ ഈ വീട്ടിലുള്ളവരെയും ഇവിടെ ഉള്ളവരെ ബാക്കിയുള്ളവരൊക്കെ വായിട്ടലച്ച് വെറുപ്പിച്ച് ഇനി ആ ദൈവത്തിനും കൂടെ വെറുപ്പിക്കണോ? എത്ര നേരമായി ഫോൺ ബെല്ലടിക്കുന്നത്, നിനക്ക് ആ ഫോണൊന്നും എടുത്തൂടെ, നിൻ്റെ മുത്തശ്ശിയാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ആ ഫോൺ അങ്ങ് കൈ കൊടുക്കുകയാണ്. അപ്പോൾ ആ ഫോണിങ്ങനെ നോക്കിയിട്ട് മുത്തശ്ശിനെ വിളിക്കാൻ പോകുകയാണ് കേട്ടോ. എന്തായാലും അവർ വിളിച്ചത് നാളെ നമ്മളോട് അങ്ങോട്ട് ചെല്ലണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടായിരിക്കും. നീ നോക്കിക്കോ, നിൻ്റെ അച്ഛനെ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടാവും എന്ന് പറയാണ് വിക്രം. അപ്പോൾ പത്മ വിളിച്ചിട്ട് പറയാണ്, അതെ മോളെ നാളെ ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ നിങ്ങളെ കൊണ്ടുപോകാൻ എന്ന് പറയട്ടെ. അപ്പോൾ വേദയ്ക്ക് സന്തോഷമാണ് കേട്ടോ. അപ്പോൾ അപ്പോൾ വേദ പറയുന്നുണ്ട്, അതെ അച്ഛൻ്റെ തീരുമാനം എന്താണെന്ന് ഇവിടെ ഉള്ളവർക്ക് അറിയേണ്ടത്. അപ്പോൾ വിക്രം പറയും, എനിക്കൊന്നും അറിയേണ്ട കാര്യമില്ല കേട്ടോ എന്ന് പറയട്ടോ. അപ്പോൾ പത്മ പറയുന്നുണ്ട്, എന്താ വിക്രം പറഞ്ഞത്, എന്താ? അല്ല അച്ഛൻ്റെ കാര്യം, അച്ഛന് ഒരു കുഴപ്പമില്ല, അച്ഛൻ അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. പക്ഷേ അച്ഛൻ ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞിട്ടും ഒന്നും മിണ്ടില്ല എന്നുള്ള സത്യം. പക്ഷേ ശ്രീകാന്ത് വന്നിട്ട് ഒരുപാട് വഴക്കുണ്ടാക്കി നിന്നെയും വിക്രമിനെയും ഇങ്ങോട്ട് വിളിക്കുന്നത്. പക്ഷേ അച്ഛൻ ഒന്നും മിണ്ടില്ല മോളെ. അപ്പോൾ മുത്തശ്ശി ഫോൺ വിളിക്കുകയാണ്. മോളെ മുത്തശ്ശിയാന്ന് പറയട്ടോ. മുത്തശ്ശി പറയും മുത്തശ്ശി. എന്തായാലും അച്ഛൻ എന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ട ദിവസം മുത്തശ്ശിക്ക് നല്ല ഓർമ്മയില്ലേ? അപ്പോൾ ഇനിയിപ്പോൾ എങ്ങനെയായിരിക്കും, ഞാൻ അപമാനിക്കപ്പെട്ടാലും കുഴപ്പമില്ല, പക്ഷേ ഇവിടുന്ന് അച്ഛനും അമ്മയും വരുന്നുണ്ടെങ്കിൽ അവരപമാനിക്കപ്പെടാനായിട്ട് ഞാൻ സമ്മതിക്കില്ല എന്ന് പറയാം കേട്ടോ. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, മോൾ ആ കാര്യത്തിലൊന്നും വിഷമിക്കേണ്ട, ശങ്കരൻ അങ്ങനെ ഒന്നും ചെയ്യൂല, അന്നത്തെ ഒരു ദേഷ്യത്തിന് വേണ്ടിയിട്ട് ചെയ്തതല്ലേ, എന്തായാലും മോളും വിക്രവും ഇങ്ങോട്ട് വരണം നാളെ തന്നെ എന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് വിക്രം ഫോൺ നോക്കി എടുക്കുന്ന സമയത്ത് വേദ അവിടേക്ക് ചെല്ലാണ്. വിക്രു മോനെ വിക്രു എന്നൊക്കെ വിളിക്കുന്നുണ്ട്. പക്ഷേ വിക്രം തിരിഞ്ഞു നോക്കുന്നില്ല കേട്ടോ. വേദ പോയിട്ട് ഒരു കസേര എടുത്തുകൊണ്ട് വന്നിട്ട് വിക്രത്തിൻ്റെ അടുത്തിരിക്കുകയാണ്. എന്നിട്ട് വിക്രത്തിനോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു തുടങ്ങുകയാണേ. അതെ നാളെ എന്തായാലും നമ്മൾ രണ്ടുപേരും കൂടി വീട്ടിലേക്ക് പോകും. മുത്തശ്ശിയും അമ്മയെ നമ്മളെ വന്ന് വിളിച്ചുകൊണ്ട് പോകും. അച്ഛനും അമ്മയൊക്കെ കൂടെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ കുറച്ച് മര്യാദയോടുകൂടി പെരുമാറണം. ഇവിടുത്തെ പോലെ വെട്ടുകുത്തിൻ്റെ പോലെ ഒന്നും അവിടെ പെരുമാറാൻ പാടില്ല എന്ന് പറയട്ടോ. അപ്പോൾ വിക്രം എഴുന്നേറ്റിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേദ തൊട്ടടുത്തേക്ക് എണീറ്റിരിക്കുന്നുണ്ട്. എന്നിട്ട് പറയും, അവിടെ ചെല്ലുമ്പോൾ എന്നോട് കുറച്ച് സ്നേഹത്തിൽ പെരുമാറണം, ഇവിടെ പെരുമാറുന്നത് പോലെ പെരുമാറരുത്, ഇത്തിരി സ്നേഹമെങ്കിലും എനിക്ക് തരണം എന്നൊക്കെ ഇങ്ങനെ വേദ പറയുകയാണ് കേട്ടോ. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, അതെ എനിക്കറിയാം എവിടെ ചെന്നാലേ എങ്ങനെ പെരുമാറണം എന്നുള്ള കാര്യം എന്ന് പറയും. അപ്പോൾ അതല്ല, നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെ മുന്നിൽ വെച്ചിട്ട് നിങ്ങൾ എന്നോട് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്ഷീണം നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും തന്നെയാണ്, അത് നന്നായിട്ട് ഓർക്കണം എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ വിക്രം നന്നായിട്ട് വേദന നോക്കുകയാണ്. അതെ അച്ഛനോ ശ്രീകാന്തേട്ടനോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എടുത്തടിച്ച പോലെ മറുപടി പറയരുത്. വേണ്ട, ഇല്ല, നിൻ്റെ ചേട്ടനോട് ഞാൻ പറയും, നല്ല 4 വർത്താനം പറയും, മാത്രമല്ല ഒന്ന് കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ വേദ പറയുന്നുണ്ട്, അതെല്ലാം ഞാൻ പറഞ്ഞത്, നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞതിനേക്കാളും മുമ്പ് ഞാൻ പറഞ്ഞിരിക്കും, പക്ഷേ നിങ്ങളായിട്ട് എടുത്ത് ചാടി ഓരോ കാര്യങ്ങൾ ചെയ്യരുത്, അതുപോലെ എന്നോട് സ്നേഹത്തിൽ ഇത്തിരി പെരുമാറണം. ഈ സീതയുടെ അടുത്ത് ശ്രീരാമൻ സ്നേഹത്തോടു കൂടി പെരുമാറുന്നത് പോലെ നാളെ നിങ്ങളും എൻ്റെ അടുത്തോട് സ്നേഹത്തോടു കൂടി പെരുമാറി ഒട്ടി നിൽക്കണം എന്നൊക്കെ ഇങ്ങനെ വിക്രമിൻ്റെ ചുവട്ടിൽ ഓതി കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ നാളെ പോരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് മുങ്ങാന്നുള്ള പ്ലാനൊന്നും വേണ്ട കേട്ടോ. അതെന്തായാലും ഞങ്ങൾ സമ്മതിക്കില്ല. പിന്നെ എനിക്ക് നിങ്ങളുടെ അച്ഛമ്മയോട് കുറച്ച് കാര്യങ്ങളും കൂടെ സംസാരിക്കാനുണ്ട്. ഞാനേ അച്ഛമ്മയോട് പോയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം ഇങ്ങോട്ട് വരാം. എന്തായാലും എൻ്റെ മോൻ നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കോളാനൊക്കെ പറഞ്ഞിട്ട് വേദ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും കേട്ടോ. വേദ ഇങ്ങനെ പോകുന്നത് നോക്കി നിൽക്കുന്ന വിക്രത്തിനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്ന. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.